അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഞാൻ ഉറക്കം എണീറ്റതേ ഉള്ളത്, ആ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരവും ഉറക്കം എണീറ്റതേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് ഫയലിനകത്ത് വെച്ച് പിന്നെ കുറച്ച് നേരം ആയി നോക്കി അവിടെ ഇവിടെയും പോയി നിന്നു. പിന്നെ കുറച്ച് നേരം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയും കിഴങ്ങുകറിയായിരുന്നു കഴിക്കാൻ. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് റൂമിൽ പോയിരുന്നു. ഞാൻ പിന്നെ ഗുരുവായൂരമ്പലം നടയിലില്ലേ, ആ ഒരു സിനിമയും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് നല്ല തലവേദനയും കണ്ണിന് വേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലോവേറയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ പോയതാണ്. നല്ല ഐശ്വര്യം ഇത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഒരു കോച്ചിങ് സെൻറ്ററിൽ. അപ്പം രാവിലെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ സമയത്തങ്ങനെ രാവിലെ നല്ല മഴയും കൂടെ ആയത് പറ്റിയില്ല. പക്ഷേ വന്ന് കയറിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ കറ്റാർവാഴ എടുത്ത് മുറിച്ചിട്ട് ഫ്രീസറിനകത്ത് വെച്ചിട്ട് അത് കട്ടിയാക്കിയിട്ട് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണുവേദന മാറുവാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കണ്ണിന് വേദനയ്ക്ക് ഫ്രഷ് അലോവേറ എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫ്രീസറിനകത്ത് കട്ട് ചെയ്യാൻ വെച്ചിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വേദന മാറും നീന കണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 ദിവസം കൊണ്ട് കണ്ണിന് നല്ല വേദനയുണ്ട്. അപ്പോൾ ഒരു അലോവേറ പറിച്ചിട്ട് ഇങ്ങനെ താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മഞ്ഞ കളറെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ച് കണ്ണ് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. നല്ല വെയിൽ താഴോട്ടിറങ്ങിപ്പോട്ടെ. പിന്നെ ഞാൻ ആ ഒരു അലോവേറ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്തിട്ട് ആ ഒരു തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കണ്ണിന് വെക്കാൻ പറ്റുന്ന അളവിൽ ഞാനൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട്.